ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തേ പറ്റൂ, ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യരുത്. അപ്പൊ അത്തരം ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ രണ്ടാമത്തെ വിഭാഗമാണ്. പ്രാക്ടിക്കൽ ഡോക്ട്രിൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രമാണം അഥവാ ലോസ്, രണ്ട് മൂലതത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. മൂലതത്വങ്ങൾ, പ്രിൻസിപ്പിൾസ്, PRINCIPLES, പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ അല്ലേ, പ്രിൻസിപ്പാൾ അല്ല, അത് കോളേജിലാണ്. ഇത് പ്രിൻസിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക പെരുമാറ്റ തത്വങ്ങളെന്നോ എന്നോ ഒക്കെ നമ്മൾ പറയുകയില്ല. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഈ പദം പറയാറുണ്ട്, അതെന്റെ പ്രിൻസിപ്പിൾ അല്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പറയും ഇതൊക്കെയാണ് എന്റെ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്റെ വീക്ഷണം, എന്റെ മനോഭാവം, ആ വിഷയത്തോടുള്ള എന്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്റെ ആദർശം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്രിൻസിപ്പിൾ, മൂലതത്വങ്ങൾ. ഇപ്പൊ വേദപുസ്തകത്തിൽ ചെയ്യണം എന്നും ചെയ്യരുത് എന്നും പറഞ്ഞതല്ലാതെ വേറെ നിരവധി വിഷയങ്ങളെ ദൈവസഭ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ പലരും നമ്മുടെ ആത്മീക വേദികളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിനിമ കാണുന്നത് ശരിയാണോ? അല്ലേ? നമ്മളത് പാസ്റ്റർമാരോടൊക്കെ ചോദിക്കും, സിനിമ കാണുന്നത് ശരിയാണോ? ബിയർ കുടിക്കരുതെന്ന് വേറെ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടോ? കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടായി ചോദിക്കുന്നുള്ളത് വേറെ കാര്യം. അല്ലെങ്കിൽ ആഭരണം ഇടരുത് എന്ന് വേറെ ദിവസത്തിൽ എഴുതിയിട്ടുണ്ടോ? മീശ വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിറമുള്ള വസ്ത്രം അണിയരുതെന്ന് വേറെ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. അതെന്താ അത് പറയാതിരുന്നേ? അത് പറയാതിരുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അത്തരം ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഉണ്ടായിരുന്നോ? TV ഉണ്ടായിരുന്നോ? ഇന്റർനെറ്റ് ഉണ്ടായിരുന്നോ? സീരിയൽ ഉണ്ടായിരുന്നോ? ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് ബിയർ ഉണ്ടായിരുന്നോ? ബിയർ ഇല്ലായിരുന്നു. അന്ന് ആഭരണം ഉണ്ടായിരുന്നു, പക്ഷെ ആഭരണം അന്നൊരു ചർച്ചയായോ ദൈവസഭയ്ക്കകത്തൊരു പ്രശ്നമായോ വന്നിരുന്നില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളില്ലേ, അങ്ങനെ വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നാ വേറെ പുസ്തകത്തിൽ ഒന്ന് വാക്യം എടുത്ത് കാണിച്ച്. എന്റെ പൊന്നു കുഞ്ഞെ, അത് എഴുതാത്തത് എന്താണെന്നറിയാമോ? അന്ന് അതൊരു വിഷയമല്ലായിരുന്നു, അന്നത് പ്രശ്നമല്ലായിരുന്നു. അത് ഇന്നാണ് നമ്മൾ വിഷയമാക്കി വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലാണ് അതൊരു പ്രശ്നമായി. ഉദാഹരണം തന്നെ ആഭരണം ആയിക്കോട്ടെ, അതും എല്ലാവർക്കും ഒരു വിഷയമൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ പെന്തിക്കോസ്ത് ലോകത്തിന് മാത്രം അതൊരു വിഷയമാണ്. ആഭരണം അണിയരുതെന്ന് വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേറെ പുസ്തകത്തിൽ ഇല്ല. നിങ്ങൾ ഡു എന്നോ ഡോണ്ട് എന്നോ പറഞ്ഞിരിക്കുന്ന 1050 എടുത്തു നോക്കിയേ, അവിടെ അത് മുഴുവൻ നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിക്കോ. ആഭരണം ധരിക്കരുത് എന്നവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ് നമ്മൾക്ക് അവയോടുള്ള മനോഭാവം? അത് മനോഭാവം പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇന്നുള്ളതും അന്നില്ലാതിരുന്നതുമായ വിഷയത്തിൽ സഭയുടെ മനോഭാവം എന്താ നമ്മൾ പഠിക്കുന്നത്? അന്ന് വേദപുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ സഭ അഭിമുഖീകരിച്ച ചില വിഷയങ്ങളുണ്ട്. അതിനോടുള്ള സഭയുടെ മനോഭാവം എന്തായിരുന്നു എന്ന് നോക്കിയാൽ ഇത്തരം കാര്യങ്ങളിൽ ഇന്നുള്ള മനോഭാവം നമുക്ക് ഗ്രഹിച്ചറിയാൻ കഴിയും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വേദപുസ്തകത്തിൽ നമ്മൾ അന്വേഷിച്ചിട്ട് കാണാത്ത പല കാര്യങ്ങളും അന്നൊരു പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് കർത്താവോ അപ്പോസ്തലന്മാരോ അത് പറയാതിരുന്നത്. എന്നാൽ അന്നുണ്ടായിരുന്ന ചില വിഷയങ്ങളുണ്ട്, സഭ അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവയ്ക്ക് കൃത്യമായ ഒരു മനോഭാവം വെച്ച് പുലർത്തണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചാൽ ഇന്നുള്ള പ്രശ്നങ്ങളോട് നമ്മളുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ആരോടും ചോദിച്ച് നടക്കണ്ട. നമുക്കൊരല്പം ബുദ്ധിയും
ഒരല്പം ചിന്താശീലവും ഉണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ വിശകലനം ചെയ്താൽ അവിടെ കിടപ്പുണ്ടതിന്റെ മറുപടി. ചിലര് വലിയ ചോദ്യങ്ങളും ചോദിച്ച് ഉപദേശിമാരെ കിള്ള നടക്കുക. അങ്ങനെ ഉപദേശിമാർക്ക് മാർക്കിടാനേ. ഇപ്പൊ ഞാൻ 10 ഉപദേശിമാരോട് ചോദിച്ചു, 10 പാസ്റ്റർമാരോട് ചോദിച്ചു, അവർക്ക് ആർക്കും മറുപടി തരാൻ പറ്റിയില്ല. അപ്പൊ ഇതെന്താ, ഇയാളുടെ ഉദ്ദേശം എന്താണെന്നറിയാം? ഞാൻ അതിനേക്കാൾ ബുദ്ധിമാനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അതിൽ കൂടുതൽ കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു കുഞ്ഞാ, നീ അങ്ങ് ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ അങ്ങനെ മറുപടി തരാൻ പറ്റുന്നില്ല. അതിന്റെ കാര്യം അന്ന് ആ പ്രശ്നം വേദപുസ്തകത്തിൽ ഇല്ല. എന്നാൽ അന്ന് വേദപുസ്തകത്തിൽ ഉള്ള ചില വിഷയമുണ്ട്. അതിന് എന്താണ് അപ്പോസ്തലന്മാര് മറുപടി കൊടുത്തിരിക്കുന്നത്? അത് വായിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാകും. അന്നത്തെ വിഷയം എന്താണെന്നറിയാമോ? പുരുഷന്മാർ മുടി നീട്ടുന്നത് വലിയ വിഷയമായിരുന്നു. ഒരു സഭയിൽ ഒരു പ്രശ്നമായിരുന്നു, പുരുഷന്മാർ മുടി നീട്ടും, അതുകൊണ്ട് മുടി നീട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രശ്നമായിരുന്നു വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം ദൈവമക്കളും ഭക്ഷിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് പൗലോസിനോട് ചിലർ ചോദ്യം ചോദിച്ചു, അത് ശരിയാണോ? പൗലോസിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നു. അതായത് സമൂഹ സദ്യകൾ, സമൂഹ ഭക്ഷണശാലകൾ അന്ന് ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുണ്ട്. ഇന്നും നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ ഓഡിറ്റോറിയങ്ങളുണ്ട്, അവിടെ വിവാഹങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പൊ അന്നത്തെ ഒരു പ്രശ്നം ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ചില ക്ഷേത്രങ്ങളിൽ സമൂഹ സദ്യ അതിനുപയോഗിക്കുന്നത് ക്ഷേത്രത്തിൽ അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ മാംസമായിരിക്കും. അവിടെ അർപ്പിക്കുന്ന മൃഗത്തിന്റെ മാംസം അല്ലെങ്കിൽ അവിടെ അർപ്പിക്കുന്ന ഭോജനങ്ങളായിരിക്കാം അവിടെയുള്ള സമൂഹ സദ്യയിൽ വിളമ്പുന്നത്. അന്ന് ദാരിദ്ര്യമൊക്കെ കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ ഇത്തരം പൊതുസദ്യകളിൽ സാധാരണക്കാർ ചെല്ലും. 1-2 നേരത്തെ ആഹാരം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ വിശ്വാസികളും ചിലര് ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് പോകാറുണ്ട്. അവർക്ക് വീട്ടിൽ വേണ്ടുവോളം ഭക്ഷണം ഇല്ലാഞ്ഞിട്ടായിരിക്കാം. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് പൗലോസിനോട് ചോദിച്ചു, അങ്ങനെ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് ശരിയാണോ? വിശ്വാസികൾ ഭക്ഷണത്തിന് പോകുന്നത് ശരിയാണോ? മറ്റൊന്ന്, ദൈവമക്കൾക്കിടയിൽ ഒരു തർക്കോ വാദം ഉണ്ടായി കഴിഞ്ഞാൽ അതും കൊണ്ട് കേസിന് പോകുന്നു. അത് അന്നല്ല, ഇന്നും ഉണ്ട്. നമുക്കറിയാം, സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടാകുന്നു, 2 ദൈവമക്കൾ തമ്മില. ആ പ്രശ്നം അവസാനം കോടതിയിലേക്ക് വലിച്ചഴയ്ക്കുന്നു. അത് അന്നല്ല, അന്നത്തേക്കാൾ കൂടുതൽ. പ്രത്യേകിച്ചും ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. മിക്കവാറും ഏതാണ്ട് എല്ലാ സഭകളുടെയും ഹെഡ് ഓഫീസുകൾ ഇവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, തിരുവല്ലയിലാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ യെരുശലേമാണ് തിരുവല്ല എന്നാണ് വെപ്പ്. നിങ്ങൾക്കറിയാമോ, ഈ തിരുവല്ല കോടതിയിൽ, പത്തനംതിട്ടയിലും തിരുവല്ലയിലുമുള്ള കോടതികളിൽ നടക്കുന്ന കേസുകൾ നല്ലൊരു പങ്കും ദൈവമക്കളുടെയാണ്. അത് അഡ്വക്കേറ്റുമാര്, വക്കീലന്മാര്, അവിടെ ഉള്ളവര് നമ്മളോടത് പറയും. നിങ്ങളുടെ കേസുകൾ അവിടെ ഞങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നെന്ന് പറയും. അപ്പൊ ദൈവമക്കൾക്കിടയിൽ കേസുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, അത് കോടതിയിൽ ചെല്ലുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, അത് ശരിയാണോ? ദൈവമക്കളുടെ ഇടയിൽ കേസ് ഉണ്ടാകാതെ ഇരിക്കണം, വഴക്കുണ്ടാകാതിരിക്കണം, അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി, നമുക്കറിയാം ദൈവസഭ എന്ന് പറയുമ്പോഴത്തേക്ക് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. നാം രക്ഷിക്കപ്പെട്ടാണ് വരുന്നെങ്കിൽ തന്നെയും എല്ലാവരും ഒരപ്പന്റെ മക്കളല്ലല്ലോ. ഒരപ്പന് 5 മക്കളുണ്ട്, 5 പേർക്ക് ഒരേ സ്വഭാവം അല്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പൗലോസ് അതിന് പറയേണ്ടി വന്നു. മറ്റൊരു പ്രശ്നം, അന്ന് കന്യകമാരെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഈ കന്യകമാരെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിക്കാതെ കുടുംബത്തിൽ ചില കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു. ആ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുന്നില്ല. അങ്ങനെ വിവാഹം കഴിക്കാൻ നിൽക്കുമ്പോൾ
ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം അവളുടെ അപ്പൻ ഏറ്റെടുക്കേണ്ടി വരും. ഇന്നത്തെക്കാൾ ചെറുപ്രായത്തിൽ അപ്പനും ചെറുപ്പക്കാരനായിരിക്കും. ഈ പെൺകുഞ്ഞ് വളർന്ന് അവൾ യൗവനയുക്തയാകുമ്പോഴത്തേക്ക് ഈ അപ്പനും നല്ല ചെറുപ്പക്കാരൻ തന്നെ ആയിരിക്കും. അത് ഇന്നത്തേതിൽ വഴിതിരിച്ചുവിട്ട ചില ബന്ധങ്ങൾക്ക് കാരണമാകും. ഇന്നൊക്കെ സമൂഹത്തിൽ നടക്കുന്ന പോലെ തന്നെ മറ്റു പല ബന്ധങ്ങൾക്കും ദുഷിച്ച ചില ഇടപാടുകൾക്കും അത് കാരണമാകും. ഇതൊക്കെ അന്നത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ പുരുഷന്മാർ വേശ്യാലയത്തിൽ പോകുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് ശരിയല്ലല്ലോ, അന്നും ശരിയല്ല, ഇന്നും ശരിയല്ല. പക്ഷെ അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് ബോംബെയിലൊക്കെ ഉള്ള പോലെ റെഡ് സ്ട്രീറ്റുകളല്ല ഉദ്ദേശിക്കുന്നത്. റെഡ് സ്ട്രീറ്റുകളുടെ അല്ല. നിങ്ങൾക്കറിയാം, കൊരിന്തി സഭയിൽ, കൊരിന്തി പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അഫ്രോഡൈറ്റ് ദേവിയുടെ ക്ഷേത്രമാണ്. അഫ്രോഡൈറ്റ് എന്ന് പറയും. ഈ അഫ്രോഡൈറ്റ് ദേവിക്ക് വളരെ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, അവള് ഈ പ്രത്യുത്പാദനത്തിന്റെയും ജീവന്റെയും ഒക്കെ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യുത്പാദനം. അപ്പോ അതുകൊണ്ട് സാധാരണഗതിയിൽ അവളെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുക മാത്രമല്ല, കൃഷിയൊക്കെ വർദ്ധിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് അവളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇത്തരം പെൺകുട്ടികൾ, അവൾക്ക് വേണ്ടി സമർപ്പിച്ച പെൺകുട്ടികളെ ആ ക്ഷേത്രത്തിൽ നടക്കിരുത്തും. എന്ന് നമ്മുടെ ഭാഷ പറയുക, നടക്കിരുത്തും. അവളെ അവിടെ കൊണ്ട് കൊടുക്കും. അവള് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ദേവിയുടെ അടിമയായി അവിടെ ജീവിക്കും. ആ ദേവിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ? അത്തരം സ്ത്രീകളുമായി പുരുഷന്മാർ ബന്ധപ്പെടുക, ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുക. അത് ആ ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ഇവരെ ദേവദാസിമാരെന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ദേവദാസിമാർ. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കാലം വരെ ആന്ധ്രയിലും മറ്റുമൊക്കെ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഇത്തരം പെൺകുട്ടികൾ അംഗീകൃതമായ വേശ്യാവൃത്തി നടത്തുക. അപ്പൊ അവിടെ പുരുഷന്മാർ ചെല്ലുക. തിരിച്ചുകൊണ്ട് കേട്ടോ, പുരുഷവേശികളുമുണ്ട്. അത്തരം സ്ത്രീകളുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന പുരുഷവേശികളുണ്ട്. അത് ഞാൻ പറയാം. അപ്പൊ ചിലർ അവിടെ പോകുന്നു. അവിടെ പോകുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? ദൈവമക്കളിൽ ചിലരും അവിടെ പോകുക. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവര് പറയുന്നത്, നമ്മുടെ ഈ ജഡം വീണ്ടെടുത്തിട്ടില്ലല്ലോ, ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലല്ലോ, ആത്മാവിന്റെ വീണ്ടെടുപ്പല്ലേ നടന്നിട്ടുള്ളൂ, അല്ലെ? ആത്മാവല്ലേ നമ്മള് വീണ്ടെടുക്കപ്പെട്ടത്. ജഡം നമ്മുടെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതിന്റെ വീണ്ടെടുപ്പ് കർത്താവിന്റെ വരവിലോ ഉയർപ്പിലോ നടക്കൂ. അപ്പൊ വീണ്ടെടുപ്പ് നടക്കാത്ത ഈ ശരീരത്തിന് ആവശ്യങ്ങളില്ലേ? ശരീരത്തിന്റെ ഒരു ആവശ്യമാണല്ലോ ലൈംഗിക വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടെടുപ്പ് നടക്കാത്ത ശരീരത്തിൽ നാം അങ്ങനെ ചെയ്യുന്നത് പാപമാണോ? അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയല്ലേ? അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് തെറ്റാണോ? ഇതാണ് അന്നത്തെ ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചും പൗലോസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം 4 പ്രധാന മറുപടികളിൽ നാം ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളോട് ദൈവസഭയുടെ മനോഭാവം എന്താണെന്ന് നിർണയിക്കുന്നത്. വിശേഷാൽ ഇത് 4ഉം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലാണ് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യ ലേഖനത്തിലാണ്. 4 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരും. ഇതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, സഭയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. 4 വാക്യങ്ങൾ. ആ 4 വാക്യങ്ങൾ ഇവയാണ്. കൊരിന്ത്യർക്ക് എഴുതി 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ. നോക്കണേ, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 1 വാക്യം, 8-ാം അധ്യായത്തിൽ 1 വാക്യം, 10-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ. അതുകൊണ്ട് ഇത് പഠിക്കുന്ന ആളുകളുടെ ഇടയിലും പണ്ഡിതന്മാരുടെ ഇടയിലും ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലും ഇതിനൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 6, 8, 10, 10,
പൊതുതത്വങ്ങൾ, ഇല്ലെങ്കിൽ അതിനെങ്ങനെ വിളിക്കാം? 6, 8, 10, 10 പ്രിൻസിപ്പിൾസ്. അത് ഞാൻ നിങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ചില പുസ്തകങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അതിനകത്ത് അങ്ങനെ ആയിരിക്കും. ചിലടത്ത് 6, 8, 10, 10 കാണും, ചിലടത്ത് 6, 8, 10 പ്രിൻസിപ്പിളിനെ കാണും. 10, 10 നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞ എന്താ വെച്ചാൽ 2 വാക്യങ്ങളുണ്ട്. അപ്പൊ 6-ാം അധ്യായത്തിൽ ഒരു വാക്യം, 8-ാം അധ്യായത്തിൽ ഒരു വാക്യം, 10-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ. ഈ 4 വാക്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വേദപുസ്തകത്തിൽ അരുത് എന്നോ ചെയ്യണം എന്നോ പറയാത്തതും സഭ ഇന്ന് അഭിമുഖീകരിക്കുന്നതുമായ ചില വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവയാണ് പൊതുതത്വം. 6, 8, 10, 10. സമയം വിരളമായതുകൊണ്ട് നമുക്കിനി അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ആദ്യത്തത് കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് വായിക്കേണ്ടത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. 1-ാമത്തെ പൊതുതത്വം ഇതാണ്. അതൊന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 6:12. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലത്തിനും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും യാതൊന്നും അധീനനാകയില്ല. കേട്ടോ, ഇത് നമ്മുടെ ഈ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാം ഉപയോഗിക്കുന്ന ഈ മലയാളം ബൈബിൾ സത്യവേദ പുസ്തകം ഞാനും നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഇതാണ്. പ്രത്യേകിച്ചും നമ്മുടെ പെന്തിക്കോസ്ത് സഭ ഇതാണ് ഫോളോ ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാനും അത് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് 19-ാം നൂറ്റാണ്ടിലെ തർജ്ജമയാണ്. 19-ാം നൂറ്റാണ്ടിലെ തർജ്ജമയാണ്. അതുകൊണ്ട് ഇത് ചിലപ്പം വായിച്ചാൽ നമുക്ക് ഈ പൊരുൾ തിരിയാതെ വരും. കാരണം ഇന്നത്തെ ഭാഷയല്ലത്. 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ മലയാള ഭാഷ പോലും രൂപീകരണം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. തമിഴുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധം. അന്ന് മലയാളത്തില് പദങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല, ഗ്രാമർ ശരിയായിരുന്നില്ല. അപ്പോ അന്ന് എഴുതിയിരുന്നത് കൊണ്ട്, അന്ന് തർജ്ജമ ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാവേ. All things are lawful unto me, but all things are not expedient. All things are lawful for me, but I will not be bought under the power of any. ഞാൻ ഇനി അത് നിങ്ങൾക്ക് അല്പം മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങളുടെ കയ്യിൽ POC ബൈബിൾ ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും കത്തോലിക്ക ബൈബിളിന്റെ കാര്യമായി POC ബൈബിൾ, പാസ്റ്ററൽ ഓറിയന്റേഷൻ ബൈബിൾ. അത് പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ, കത്തോലിക്കരുടെ പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററുകാര് തർജ്ജമ ചെയ്ത ബൈബിള്. അതിനാണ് നമ്മൾ POC എന്ന് പറയുന്നത്. ഞാൻ ഈ POCയിലെ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് കൊണ്ട് POC പുസ്തകം ഞാൻ അംഗീകരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് അപ്പോക്രിഫയും ഉണ്ട്. അതുപോലെ തന്നെ തർജ്ജമകൾ എല്ലായിടത്തും ഒന്നും അത്ര സംശുദ്ധമല്ല. അതുകൊണ്ട് ഞാൻ ഈ POC ബൈബിളിൽ 1-2 വാക്യങ്ങൾ വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ POC ബൈബിളിന്റെ വക്താവാണെന്നും അതിനകത്തുള്ള തെറ്റുകൾക്കെല്ലാം ഞാൻ മറുപടി പറയണമെന്നും ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അതിന് നേരമില്ല കേട്ടോ. നിങ്ങൾക്ക് കാര്യമൊന്ന് വിവരിച്ചു തരാൻ ഇന്നത്തെ ആധുനിക ഭാഷയിലുള്ള ഒരു തർജ്ജമയായതുകൊണ്ട് ഞാനത് വായിക്കുന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് വായിക്കുന്നത് തെറ്റില്ല. 1 കൊരിന്ത്യർ 6:12. POC ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ഓക്കെ 6:12. അൺമ്യൂട്ട് ചെയ്യണം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഗുഡ്. കണ്ടോ, ഇച്ചിരൂടെ നമുക്ക് ക്ലിയർ ആയില്ലേ? എല്ലാം എനിക്ക് നിയമാനുസൃതം. പൗലോസ് പറയുകയാണ്, നിയമാനുസൃതമായ കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാം, അതിന് കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ശരിയായ കാര്യങ്ങൾ രാജ്യത്തിലെ ഒരു വ്യക്തി, ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് സ്വീകരിക്കാം, അല്ലെ? നമ്മൾ ഇന്ത്യയിൽ മഹാരാജ്യത്തിലെ പൗരന്മാരാണ്. ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. തെറ്റ് എന്ന് ഇന്ത്യൻ പീനൽ കോഡ് വിലക്കുന്നെങ്കിൽ നമ്മളത് ചെയ്യരുത്. അത് ചെയ്താൽ നമ്മളെ പോലീസ് പിടിക്കും,
കോടതി കൊണ്ടുപോകും, വിസ്തരിച്ച് നമ്മളെ അകത്തിടും. നമ്മളത് ചെയ്യുന്നില്ല. എന്നാൽ ഇന്ത്യൻ പീനൽ കോഡ് അനുശാസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അവകാശമുണ്ട്, നമുക്ക് ചെയ്യാം. പക്ഷേ എല്ലാം പ്രയോജനമല്ല, എല്ലാം പ്രയോജനകരമല്ല. എവറിത്തിങ് ഈസ് നോട്ട് എക്സ്പീഡിയന്റ്. അത് അത്ര പ്രയോജനമുള്ളതല്ല. ഇപ്പോ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 21 വയസ്സ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ബിവറേജിൽ ചെന്ന് മദ്യം വാങ്ങിക്കാനും അത് ഇരുന്ന് കുടിക്കാനും അവകാശമുണ്ട്. അല്ലെ ബാറിൽ ചെന്ന് മദ്യം മേടിച്ചു കുടിക്കാൻ അവകാശമുണ്ട്. 21 വയസ്സായാൽ മതി, അല്ലെ, മദ്യം കുടിക്കാം. ഇന്ത്യ ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നു. പക്ഷെ കുടിച്ചിട്ട് നടുറോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മതി, അല്ലേ? അങ്ങനെ വന്ന പോലീസ് പിടിക്കും. കുടിച്ച് മദ്യം എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ ദ്രോഹമാണ്. എന്നാൽ എനിക്കല്ലേ, ഞാൻ വീട്ടിൽ വന്ന് മേടിച്ചോണ്ട് വന്നിരുന്ന് വീട്ടിൽ ഇരുന്ന് കുടിച്ചു. 21 വയസ്സായി എനിക്ക് മദ്യം തരും. 21 വയസ്സിന് മുമ്പുള്ളവർക്ക് മദ്യം കൊടുത്താൽ അത് കുറ്റമാണ് കേട്ടോ. എന്നാൽ 21 വയസ്സ് കഴിഞ്ഞ ഒരാൾ ചെന്ന് മദ്യം ചോദിച്ചാൽ മദ്യം തരും. അത് നമ്മൾ എവിടെയെങ്കിലും സ്വകാര്യ സ്ഥലത്ത് കൊണ്ടുപോയി ഇരുന്ന് കൂട്ടുകാരുമായിട്ടോ അല്ല ഒറ്റയ്ക്കോ കുടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. സാമൂഹ്യ ദ്രോഹം ഉണ്ടാക്കാതിരുന്നാൽ മതി, സമൂഹത്തിൽ ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മതി, കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നും കണ്ട് വിശ്വാസിയായ ഞാൻ പോയി കുടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഇന്ത്യ ഗവൺമെന്റ് അനുവാദം തന്നേ, ഞാൻ ഇന്ത്യയിലെ ഒരു പൗരനല്ലേ. അപ്പൊ എനിക്കത് കുടിക്കരുതോ? എനിക്കത് ചെയ്യരുതോ? ഒരു കാര്യം നമ്മൾ ഓർത്തോണം, സർക്കാർ തരുന്ന എല്ലാ അവകാശങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഞാൻ കുടിക്കുന്നില്ലെന്നേ, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ലെന്നേ, അല്ലേ? നിങ്ങൾക്കറിയാം, പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമല്ല, തെറ്റല്ല. സർക്കാർ അവരെ പിടിക്കുകയില്ല, പോലീസ് പിടിക്കുകയില്ല, കോടതി കൊണ്ടുപോവുകയില്ല. പരസ്പര സമ്മതം ഇല്ലാതാണെങ്കിൽ പിടിക്കും കേട്ടോ. എന്നാൽ പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പര സമ്മതത്തോടെ ഭാര്യ ഭർത്താക്കന്മാരല്ലാതിരിക്കെ, വിവാഹം കഴിക്കാതിരിക്കെ തമ്മിൽ ബന്ധപ്പെട്ടാൽ അത് കുറ്റമല്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് വെച്ച് ഒരു ദൈവപൈതലായ ഞാൻ അത് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനത് സ്വീകരിക്കാമോ? ഇല്ല. തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത് പാപമല്ല, കുറ്റമല്ല എന്ന് വെച്ചു. ഞാൻ പറയുക എന്നെ പാപം എന്നാ, അവിടെ എന്നാ തെറ്റെന്നാ, ഞാൻ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, സാമൂഹ്യദ്രോഹം ഉണ്ടാക്കുന്നില്ല, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല, ഞാൻ പോയി കണ്ടു തിരിച്ചു പോരും. അപ്പൊ അത് പോകാം, പ്രായപൂർത്തിയായവർക്കോ കുഞ്ഞുങ്ങൾക്കോ പോകാം. പക്ഷെ ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ രാജ്യം തരുന്ന എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് അംഗീകരിക്കാമെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കണമെന്നില്ല. അംഗീകരിക്കാതിരിക്കാനും അത് ഉപയോഗിക്കാതിരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ചെയ്യുന്നവരല്ലേ നമ്മള്, അല്ലേ? നമ്മൾ വെറ്റില മുറുക്കുന്നില്ല, നമ്മൾ സിനിമ കാണാൻ പോകുന്നില്ല, നമ്മൾ കള്ളു കുടിക്കുന്നില്ല, അപഥസഞ്ചാരത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിനൊക്കെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് നമ്മുടെ. പക്ഷെ നമ്മളത് പോകുന്നില്ല. അപ്പോ രാജ്യം തരുന്ന എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ അംഗീകരിക്കണമെന്നില്ല. അതാ പറഞ്ഞത്, എനിക്കെല്ലാം നിയമാനുസൃതമാണ്, അതൊക്കെ ശരിയാണ്, എനിക്കെല്ലാം ലോഫുള്ളാണ്, നിയമാനുസൃതമാണ്. പക്ഷെ എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല. ഈ നിയമമെല്ലാം എനിക്ക് പ്രയോജനമുള്ളതാണോ? ഞാനൊരു ദൈവവേദന എന്നുള്ള നിലയിൽ ഇതെല്ലാം എനിക്ക് പ്രയോജനമില്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. പക്ഷേ നിയമാനുസൃതമാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്തിട്ട് അവസാനം എന്നെ കീഴ്പ്പെടുത്താനും ഞാൻ അനുവദിക്കുകയില്ല. ഉദാഹരണം നമുക്ക് തന്നെ പറയാം. ഇപ്പോ മുമ്പേ പറഞ്ഞതുപോലെ നമ്മള് വീട്ടിൽ TV ഉണ്ട്, നമ്മൾ 2 സീരിയൽ കണ്ടു, ഇല്ലേ? സമയമുള്ളപ്പോ ഇരുന്ന് ഒന്ന് നോക്കി,
പക്ഷെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടിട്ട് നമ്മൾ ഇതിന് അടിമപ്പെട്ടു പോയാലോ? റിമോട്ട് മാറ്റിയ സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലതും കണ്ടു, ചിരിക്കാനുള്ള വല്ല വകയും കണ്ടു, അല്ലെ? ഇപ്പൊ മിമിക് ഷോയും രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അല്പസമയം മനസ്സിന്റെ സബ്ലിമേഷൻ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ദൈവമക്കളും അതിരുന്ന് നമ്മൾ വീട്ടിലിരുന്ന് അല്പസമയം ഒന്ന് കാണാമല്ലോ. അതെപ്പോഴും മനുഷ്യന് പ്രാർത്ഥനയും ആരാധനയും മാത്രമല്ലോ. കാരണം നമുക്ക് ജഡവും ഉണ്ട്, ആത്മാവ് മാത്രമല്ല, മനുഷ്യന് ജഡവും ഉണ്ട്. അപ്പൊ നമുക്ക് അല്പസമയം ഒരു മാനസികോല്ലാസത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ക്യാരംസ് കളിക്കുകയോ ഷട്ടിൽ കളിക്കുകയോ, അല്ലേ? മാനസികോല്ലാസങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്ത് അത് അവസാനം നമ്മളെ അടിമപ്പെടുത്തിയിട്ട് നമ്മുടെ ആത്മീയത്തെ പോലും അത് നശിപ്പിച്ചു കളയുന്നെങ്കിൽ അത് ചെയ്യരുത്. ഇപ്പൊ പറഞ്ഞ് മനസ്സിലായോ? ഇതാണ് നമ്മുടെ മനോഭാവം. ഞാൻ സീരിയൽ കാണുന്നത് തെറ്റാണോ? അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല സീരിയൽ കാണുന്നത്. കാരണം അന്ന് സീരിയൽ ഇല്ലായിരുന്നു. വേദപുസ്തകം എഴുതിയ കാലത്ത് സീരിയൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് പറഞ്ഞില്ല. ഇനി ഒന്നോ രണ്ടോ പ്രാവശ്യമോ വല്ലപ്പോഴും വല്ലതും ഒന്നിരുന്ന് കണ്ടു. വീട്ടിൽ TV ഉണ്ട്, നമ്മൾ റിമോട്ട് ഇങ്ങനെ മാറ്റിപ്പോയപ്പോ ചാനൽ മാറ്റിയപ്പോ നമ്മളൊരെണ്ണം കണ്ടു, രസം തോന്നി, ഇപ്പൊ നേരെ ഇരുന്ന് നമ്മൾ കണ്ടുപോയി എന്ന് കണ്ടത് പാപമാണോ? നമ്മൾ നരകത്തിൽ പോകും ഉടനെ. പക്ഷേ ഇത് കണ്ടു, നാളെ ഇത് കാണണം, അടുത്ത ദിവസം ഇത് കാണണം, അവസാനം നമ്മുടെ ആത്മിക ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് നമ്മളെ അടിമപ്പെടുത്തിയാൽ അത് തെറ്റാണ്. എനിക്കറിയാം സീരിയലിന്റെ മറ്റും അഡിക്റ്റായ ആളുകളുണ്ട്, അല്ലേ? സീരിയല് നടക്കുന്ന സമയം മുതൽ അതിന്റെ ചോട്ടിൽ നിന്ന് മാറാതിരിക്കുന്ന പലരുമുണ്ട്, ശിവദാസന്മാരടക്കം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ദോഷം വരുത്തുന്ന ഒന്നും നാം വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത്. പറഞ്ഞ് മനസ്സിലായോ? ഇതൊക്കെ നമ്മളെ ജഡീകമായ താല്പര്യങ്ങളിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമയും നാടകവും ഡാൻസും മറ്റ് കലാരൂപങ്ങളും ഒക്കെ അത് ആസ്വദിക്കാൻ പോയിരിക്കാത്തത്. നാടകം നടക്കുന്നിടത്ത് നമ്മൾ പോകുന്നില്ല. ഡാൻസോ കാര്യങ്ങളോ അതെല്ലാം എന്ത് ചെയ്യാന്നറിയാമോ? ഈ കലാരൂപങ്ങളൊക്കെ നമ്മളെ ജഡീക ചിന്തയിലേക്കാണ് നയിക്കുന്നത്. ഇപ്പൊ കഥ വായിക്കുന്നത് പോലും ഇന്ന് കഥയെല്ലാം എന്താണ്? മനുഷ്യന്റെ ജഡത്തിന്റെ ഇച്ഛകൾക്കല്ലേ അവിടെ പ്രാധാന്യം. ജഡത്തെ ഉണർത്തുന്നതാണ്, മനുഷ്യന്റെ ജഡീക ചിന്തകളെ ഉണർത്തുന്നതാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതിന്റെ കാര്യം എന്താ? നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും പ്രാഗൽഭ്യം ഉണ്ടാകണം. ഇത് പൗലോസ് പറയുന്നതുണ്ടല്ലോ. പൗലോസ് പറയുന്നത് ഈ 6-ാം അധ്യായം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പ്രധാന രണ്ട് പ്രധാന വിഷയത്തോടനുബന്ധിച്ച. ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ കേസ് കൊടുക്കുന്നു. 6-ാം അധ്യായം 1 മുതൽ നിങ്ങൾ താഴേക്ക് വായിച്ചു വരണം. അപ്പോ ഈ കേസ് കൊടുക്കുന്നതിനെ കുറിച്ച്, സഹോദരന്മാർ തമ്മില് കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പൗലോസ് അത് വ്യക്തമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടും എന്തുകൊണ്ട് ദൈവമക്കൾ ഇത്തരം കാര്യങ്ങളുടെ പിറകെ ഓടുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വ്യവഹാരത്തിന് പോകുവാൻ അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വിധിക്കാൻ പോകുന്നുവോ? ക്രിനോ എന്ന് പറഞ്ഞൊരു ക്രിയാപദമാണ്. വേറൊരാൾ വിധിക്കാൻ നിങ്ങൾ നിന്നുകൊടുക്കുന്നുവോ? രണ്ടുപേര് സഹോദരന്മാർ തമ്മിൽ, നിങ്ങളുടെ ഒരുത്തനും മറ്റൊരുത്തനോട് കാര്യം, സഹോദരന്മാർ തമ്മിലാകട്ടോ, ലോകമനുഷ്യനുമായിട്ടല്ല. സഹോദരന്മാർ തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ ആ വിഷയത്തിന് വിധി കൽപ്പിക്കാൻ നിങ്ങൾ അഭക്തന്റെ അടുക്ക പോകുന്നു. കോടതിയെ നമുക്ക് അപമാനിക്കാൻ പറ്റുകയില്ല.
ഇവിടെ പല കോടതികളുണ്ട്. ആ കോടതികളൊക്കെ നമ്മൾ ബഹുമാനത്തോടെ കാണേണ്ടവരാണ്. സമൂഹത്തെ സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും നിലനിർത്തുന്നത് അവരാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ കോടതിയിലെ ജഡ്ജിമാര് നമ്മുടെ പ്രമാണം, വേദപുസ്തക പ്രമാണം അനുസരിച്ചല്ല അവിടെ വിധിക്കുന്നത്, കാര്യങ്ങൾ വിധിക്കുന്നത്. അവർ ഇന്ത്യൻ പീനൽ കോഡ് വെച്ച. ആ നിലയിൽ നമ്മൾ നോക്കിയാൽ അവർ അഭക്തന്മാരാ. കാരണം അവർ വേദപുസ്തകത്തിന്റെ പ്രമാണം അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിലും ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് വ്യക്തമായ ഒരു പ്രമാണമുണ്ട്. ദൈവപൈതൽ ആ പ്രമാണമല്ലേ കൂടുതൽ അംഗീകരിക്കേണ്ടത്. ആ പ്രമാണം അംഗീകരിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ നിയമങ്ങളും നാം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. രാജ്യത്തിന് ദോഷം വരുത്താത്ത, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കോ സ്വൈര്യത്തിനോ ദോഷം വരുത്തുന്ന ഒരു കാര്യത്തിലും ഒരു ദൈവപൈതൽ ചെന്ന് ഇടപെടാൻ പാടില്ല. എന്നാൽ അതിനേക്കാൾ അപ്പുറം നമ്മളൊരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ നാം ദൈവവചനത്തോടാണ് കൂറു പുലർത്തേണ്ടത്. ഇന്ത്യ ഗവൺമെന്റ് തരുന്ന എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ ആസ്വദിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും കണ്ട എല്ലാം ഒന്നും ചെയ്യാൻ, എനിക്ക് നിയമാനുസൃതമാണെന്നും പറഞ്ഞ് എല്ലാം ഒന്നും ചെയ്യാൻ ഞാൻ പോവുകയില്ല. എനിക്ക് നിയമാനുസൃതമാണെന്നും പറഞ്ഞ് ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് പറയാ, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? നമ്മളാ ഈ ലോകത്തെ വിധിക്കാൻ പോകുന്നത്. ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യര. വിധിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ ക്രിനോയാണ് പദമല്ല അവിടെ എഴുതി, ഒറ്റ പദത്തിലാണ് അത് നിൽക്കുന്നത്. യു ആർ ഗോയിങ് ടു ജഡ്ജ് ദ വേൾഡ്. ലോകത്തെ നിങ്ങൾ വിധിക്കാൻ പോവുക. അങ്ങനെ വിധിക്കാൻ പോകുന്ന നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നിങ്ങൾക്ക് വിധിക്കാൻ അറിയത്തില്ല. അപ്പൊ നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യാ. യു ആർ ഗോയിങ് ടു ബി ദ ജഡ്ജ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തെ വിധിക്കാൻ പോകുന്ന ജഡ്ജിമാരാണ് നമ്മൾ. കർത്താവിന്റെ കൂടെ നമ്മളാ വിധിക്കുന്നത്. ദൂതന്മാരെ വിധിക്കും. നാം ദൂതന്മാരെ വിധിക്കും. നിങ്ങൾക്ക് കണ്ടോ? പാപം ചെയ്ത് ദൈവം കൂട്ടിയിട്ടിരിക്കുന്ന കുറെ ദൂതന്മാരുണ്ടോ? അവരെയും ജഡ്ജ് ചെയ്യാൻ പോകുന്നത് നമ്മളാ. അപ്പൊ മനുഷ്യനെ തന്നെയല്ല, ഈ ലോകത്തെ മാത്രമല്ല, ഈ ലോക മനുഷ്യരെ മുഴുവൻ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോവുക. ദൂതന്മാരെ പോലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോവുക. അത്തരം ജഡ്ജിമാരാണ് നമ്മൾ. വുഡ് ബി ജഡ്ജസ് ആണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ജഡ്ജിമാരാണ് നമ്മളൊക്കെ, ദൈവമക്കളൊക്കെ. നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞു വിഷയം ഉണ്ടായാൽ അതിനൊരു വിധി കൽപ്പിക്കാൻ പറ്റുന്നില്ലേ? എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നമ്മുടെ ഇടയിൽ ഒരു വിഷയം ഉണ്ടായാൽ അത് തീർപ്പാക്കാൻ പഞ്ചായത്ത് മെമ്പറെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അല്ല വിളിക്കേണ്ടത്, കോടതിയുടെ മുമ്പിൽ അല്ല പോകേണ്ടത്. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ഈ ഭാഗമൊക്കെ ഒന്നുകൂടെ നമ്മുടെ സഭാ നേതൃത്വങ്ങളൊക്കെ ഒന്ന് വായിക്കേണ്ടത്. ഈ കേസും വഴക്കും കൊണ്ട് നടക്കുമ്പോ നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നുവോ? ഇവിടെ കൃനോ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് വിധി പ്രസ്താവിക്കുന്നുവോ, വിധിക്കുന്നുവോ? അതും അവിശ്വാസികളുടെ മുമ്പിൽ. അവിശ്വാസികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ വിധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിശ്വാസികൾ ഇപ്പം നമ്മളെ വിലയില്ല, അവർക്ക് നമ്മളെ വിലയില്ല. എനിക്കറിയാം, ഈ തിരുവല്ലായിൽ അഡ്വക്കേറ്റുമാരടങ്ങുന്ന ആളുകൾ ഇന്ന് നമ്മളോട് പറയുന്ന ഇതാണ്, നിങ്ങളുടെ കഴിഞ്ഞ ദിവസവും അതുപോലെ വലിയൊരു കേസ് നടക്കുക എന്ന് പറയുന്നില്ല. നമ്മുടെ കേസുകൾ അവർ കൈകാര്യം ചെയ്യുക. അപ്പൊ ആ കൈകാര്യം ചെയ്യുന്നവരോട് എങ്ങനെ ചെന്ന് നമുക്ക് സുവിശേഷം പറയാൻ പറ്റും? നമ്മൾ കർത്താവിനെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? അവര് ഞങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളുടെ ആളുകളുടെ മുഴുവൻ കേസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പുറത്തു പറയാൻ കൊള്ളാത്ത നിരവധി കേസുകൾ ഇന്ന് അഡ്വക്കേറ്റുമാരുടെ ജഡ്ജിമാരുടെ കയ്യിലുമുണ്ട്. അത് നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. പൗലോസ് പറയുക, അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? ഇങ്ങനൊരു ഇത് പോരായ്മ. നിങ്ങൾക്ക് എന്താ ഒരു അല്പനേരത്തേക്ക് അന്യായം ഒന്ന് സഹിച്ചാൽ എന്താ കുഴപ്പം?
നിങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. ശരി, ഞാൻ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല? സ്വന്തം കൂടപ്പറപ്പിനെതിരെ അവകാശത്തിന്റെ പേര് പറഞ്ഞ് കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുകയും തമ്മിത്തല്ലി തലകീറുകയും ചെയ്യണോ? അതും അവിശ്വാസികളുടെ മുമ്പിൽ. നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന വിഷയങ്ങൾ കൊണ്ട് പല ദൈവമക്കൾ താമസിക്കുന്നതിന്റെ അയൽക്കാരോട് സുവിശേഷം പറയാൻ പറ്റാതിരിക്കുക. ഇതിനകത്തിരിക്കുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ തൊട്ട അയൽവക്കത്ത് ചെന്ന് സുവിശേഷം പറയാൻ നിനക്ക് പ്രാഗൽഭ്യമുണ്ടോ? ഉണ്ടോ? എന്നും പറഞ്ഞു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അധികമൊന്നും ഇങ്ങോട്ട് പറയണ്ട, അവിടുത്തെ നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയാം, അവിടെ കടന്ന് കളിക്കുന്ന കളി അതൊക്കെ തീർച്ചയായും വന്നാൽ മതി എന്ന് പറയും. ഞങ്ങളെ നല്ലവരാക്കിയാൽ മതി, ആദ്യം നിങ്ങൾ അങ്ങ് സ്വർഗത്തിൽ പോ. ഞാനൊരിക്കൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ലോക മനുഷ്യനാണ്, അദ്ദേഹത്തോട് ഒരിക്കൽ അല്പം ദൈവവചനം സുവിശേഷമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പറയുക. ഒരു മാന്യനായ മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഇതൊന്നും ഞാനത്ര വലിയ കാര്യമാക്കും. തൊട്ട അയൽവക്കത്ത് ഒരു പാസ്റ്ററുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു കേൾക്കണം. അദ്ദേഹത്തിന്റെ പേര് ചാക്കോച്ചൻ എന്നാന്ന് വെച്ചോ. പാസ്റ്ററുടെ പേര് ചാക്കോച്ചൻ എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇനി ചാക്കോ എന്നും ഉള്ളവരൊന്നും ബഹളമുണ്ടോ കൊണ്ട് എന്റെ പുറകെ വരരുത്. ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ചാക്കോപദേശി സ്വർഗത്തിലാ പോകുന്നെങ്കിൽ എനിക്ക് ആ സ്വർഗത്തിലോട്ട് വരേണ്ടതുണ്ട്. നിങ്ങളുടെ ആളല്ലേ ആ പുള്ളി, ഇയാളുടെ അയൽവക്കത്ത് കിടക്കുന്നത്? നിങ്ങളുടെ ആളല്ലേ അവിടെ അപ്പുറത്താ കിടക്കുന്നേ? അയാൾ വലിയ ഉപദേശിയാന്നല്ലേ പറയുന്നേ? ചാക്കോ ഉപദേശി സ്വർഗത്തിൽ പോവാണെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ടെന്ന്. സത്യത്തിൽ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു പോയി. എനിക്ക് മനസ്സിലായി, ഇയാളോടല്ല സുവിശേഷം പറയേണ്ടിയിരുന്നത്, ആദ്യം ചാക്കോപദേശിയുടെ അടുക്ക ചെന്ന് വേണമായിരുന്നു ദൈവവചനം പറയാൻ. എനിക്ക് വലിയ ഭാരം ഉണ്ടായി ഹൃദയത്തിൽ. നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്നവരോട് സുവിശേഷം പറയാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ഉണ്ടോ? എന്നിട്ട് സിനിമ കാണുന്ന കാര്യവും ബിയർ കുടിക്കുന്ന കാര്യവും ഒക്കെ നിങ്ങൾ പറ. അതിനിതുവരെ യോഗ്യതയില്ലെന്ന് അങ്ങനെ കേസ് നടത്തുക. എന്നിട്ട് സത്യം പറഞ്ഞാൽ പാപികളുടെ ഒരു പട്ടിക പൗലോസോട് പറയുന്നുണ്ട്. അതെല്ലാം എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ സമയത്തിന്റെ അഭിയാപ്തത കൊണ്ട് ഞാൻ അതെല്ലാം വിവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുവാ. 9-ാമത്തെ വാക്യം കണ്ടോ? അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കേട്ടോ? അന്യായം ചെയ്യുന്നവൻ, പത്രോസ് പറഞ്ഞിട്ടില്ലേ, അന്യായം ചെയ്തിട്ടല്ല നമ്മൾ പീഡിപ്പിക്കപ്പെടേണ്ടത്. ചില വിശ്വാസികൾ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ സാറേ ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ. എന്റെ പാസ്റ്ററെ ഞാൻ ഒന്നും ചെയ്തില്ല, എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ അങ്ങനെയുള്ളവരോട് പറയാറുണ്ട്, ബ്രദറെ അല്ലെങ്കിൽ സിസ്റ്ററെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് അവര് തിരിച്ചു പറയുന്നതെങ്കിൽ അതാണ് തെറ്റ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് അവരിങ്ങനെ ചെയ്തെങ്കിൽ അത് പകരത്തിന് പകരമല്ലേ. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരു ദോഷവും ചെയ്തിട്ടില്ല, എന്നിട്ടും നിങ്ങൾ ദോഷം അനുഭവിക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദകരം. വായിപ്പിക്കാൻ നേരമില്ല, പത്രോസിന്റെ ലേഖനത്തിൽ കിടപ്പുണ്ടത്, 1 പത്രോസിൽ കിടപ്പുണ്ടതൊക്കെ കേട്ടോ. അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നാം ആനന്ദിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടല്ലായിരിക്കണം അവരിങ്ങോട്ട് പറയേണ്ടത്, എനിക്കെതിരെ പറയേണ്ടതും അവര് എന്നോട് വല്ലതും ചെയ്യേണ്ടതും. അതൊന്നും ഇല്ലാതിരിക്കെ തന്നെ ആ അന്യായം ഞാൻ സഹിക്കുന്നു. കണ്ടോ? അന്യായം കാട്ടുന്നവൻ, അന്യായം ചെയ്തവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാര്, വിഗ്രഹാരാധികള്, വ്യഭിചാരികള്, സ്വയഭോഗികൾ നല്ല കേട്ടോ, ആ പദം തെറ്റാണേ. സ്വയഭോഗികളല്ല. സ്വയഭോഗികള്,
എഫെമിനേറ്റ് എന്നാണ് എന്ന് പറഞ്ഞാല് ഈ സ്ത്രീ സ്വഭാവമുള്ള, സ്ത്രൈണ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഉണ്ടല്ലോ, വിഷയലംബടൻ എന്നൊക്കെ അവരെ എന്ത് ചെയ്യാ, ഈ പുരുഷന്മാർ അവരുമായിട്ട് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടും. അവരെയാണ് സത്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എഫെമിനേറ്റ്. സത്യത്തിൽ സ്വയംഭോഗികൾ നല്ല. കാരണം ഈ ഒരു പദം ഇവിടെ കിടക്കുന്ന കാരണം ഒത്തിരി ചെറുപ്പക്കാര് ദുഃഖത്തോടെ ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോഴേ, ICPF-ലോ മറ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ സ്വതന്ത്രം ക്ലാസ് എടുക്കുമ്പോൾ ഈ വാക്യം വായിച്ചു വെച്ച് ഒത്തിരി ചെറുപ്പക്കാർ വന്ന് സാറേ ഞാൻ ദുർഗത്തിൽ പോവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യത്തില് ഇതല്ല. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് വേദപുസ്തകമൊന്നും പറയുന്നില്ല കേട്ടോ. അക്കാര്യത്തെ കുറിച്ച് വേദപുസ്തകമൊന്നും പറയുന്നില്ല. സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാര്, അത്യാഗ്രഹികള്, അയ്യോ കേട്ടോ, അതുപോലൊരു പാപം ഈ അത്യാഗ്രഹം. കവറ്റസ്നെസ് അറിയാവോ? അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ അറിയാവോ? അതിയായ ആഗ്രഹം. അത് തന്നെയാണ്. എനിക്ക് അതും വേണം ഇതും വേണം. പക്ഷെ ഈ കൂടുതൽ വേണമെന്നുള്ളത് നല്ല സ്വഭാവമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കിടന്ന പോലെ അല്ലല്ലോ ഇന്നും കിടക്കേണ്ടത്. പക്ഷേ അത് വേറൊരാളുടെ കയ്യിലിരിക്കുന്നതാണേലോ, അവിടെയാ തെറ്റ്. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് നല്ലതല്ല, എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നത്, അതാണ് അത്യാഗ്രഹം. മദ്യപന്മാർ, പാവിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് നമ്മളിപ്പം പറഞ്ഞതുപോലെ പ്രിൻസിപ്പിൾ അല്ല, ഇത് പാപത്തിന്റെ പട്ടിക അവിടെ തരുന്നത്. ഇത് സിന്നാണ്. അപ്പൊ അതുപോലൊരു കാര്യമാണ് മൗലി പറഞ്ഞത്, അന്യായം കാട്ടുന്നവൻ. ഇത് പറഞ്ഞേച്ച് അടുത്തത് നമ്മൾ പറഞ്ഞ വാക്യമാണ് 12-ാമത്തെ വാക്യം. ഇനി അതിന്റെ 12 തൊട്ട് താഴോട്ട് 13 തൊട്ട് താഴോട്ട് വായിച്ചാല് നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം മനസ്സിലാകും. ഭോജ്യങ്ങൾ വയറിനും, വയറ് ഭോജ്യങ്ങൾക്കുള്ള, എന്നാൽ ദൈവം അതിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉറപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകും നിങ്ങൾ അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ എടുത്ത് ഞാൻ വേശ്യയുടെ അവയവങ്ങളാക്കുന്നുവോ? ഒരു നാള് മരുന്ന്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അഫ്രോഡൈറ്റ് ദേവിയുടെ കൊരിന്ത്യക്കാരോടായി പറയുന്നേ. അതിന്റെ കാര്യം എന്നറിയോ? കൊരിന്ത പട്ടണത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രം അവിടുത്തെ അഫ്രോഡൈറ്റ് ദേവിയുടെ ക്ഷേത്രമാണ്. അത് പ്രത്യുൽപാദനത്തിന്റെയും ഈ ഹാർവസ്റ്റിന്റെയും ഒക്കെ ദേവതയായതുകൊണ്ട് അവളെ പ്രീതിപ്പെടുത്തിയാലേ കുഞ്ഞുങ്ങൾ ഉണ്ടാകൂ എന്നും അവളെ പ്രീതിപ്പെടുത്തിയെങ്കിലേ കൃഷി നല്ല ഉൽപാദനം തരൂ എന്നും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് അവളുടെ ക്ഷേത്രത്തിൽ ഉള്ള ദേവദാസികളുടെ, ഞാൻ പറഞ്ഞ അവൾക്ക് നടയിരുത്തപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. ആ പുരുഷന്മാരെയാണ് പുരുഷകാമികൾ. മോളി പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, സ്വയഭോഗികൾ കഴിഞ്ഞിട്ട് എഴുതിയിരിക്കണ്ടോ പുരുഷകാമികൾ. പുരുഷകാമികൾ എന്ന് പറഞ്ഞാൽ പുരുഷ വേശ്യമാര് കേട്ടോ. അത് അന്നുകൊണ്ടായിരുന്നു, ഇന്നത്തെ കാര്യം മാത്രമല്ല. അപ്പൊ ഇത്തരം ആളുകളുടെ അടുക്കൽ ആളുകൾ പോകും, ഇവരുടെ അടുക്കൽ പോകും. അപ്പൊ ചോദിക്കുമ്പോൾ പറയും, നമ്മുടെ ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നില്ലല്ലോ, ആത്മാവിന്റെ അല്ലേ വീണ്ടെടുപ്പ് നടന്നു. ആത്മാവ് കൊണ്ട് ഞാൻ പാപം ചെയ്തില്ലല്ലോ. പിന്നെ ജഡത്തിന് ഈ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലുള്ളതല്ലേ, ശരീരത്തിന്റെ ആവശ്യമല്ലേ. അത് ഞാൻ നിവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവിടെ കാശ് അവിടെ കൊടുക്കേണ്ടത് കൊടുത്തു, അവർക്കൊരു ഇത് എടുത്തു, മേടിച്ചു പോന്നു, ഇത്രയുള്ളേ ഉള്ളൂ. എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ ശരീരം കൊണ്ട് ചെയ്യുന്നത് തെറ്റാണോ? അവരോടാ പറഞ്ഞത്, കുഞ്ഞെ നിന്റെ ശരീരം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ക്രിസ്തുവിന്റെ അവയവങ്ങളെ എടുത്ത് ഞാൻ വേശ്യയുടെ അവയവങ്ങളാക്കുന്നുവോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവുന്നു. അതുകൊണ്ട് ദുർനടപ്പ് വിട്ട് ഓടുകയും. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഇവിടെ ഇന്ന് നാം ചോദിക്കാൻ സാധ്യതയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കിപ്പോ അറിയാം,
ലിവിങ് ടുഗദർ. നമ്മുടെ പട്ടണങ്ങളിലൊക്കെ നടക്കുന്ന ഒരു പ്രധാന കാര്യമാണല്ലോ ലിവിങ് ടുഗദർ. വിവാഹം കഴിക്കാതെ തന്നെ സ്ത്രീയും പുരുഷനും ഒരു ക്വാർട്ടേഴ്സിൽ, അത് കൂടുതൽ ഈ ടെക്കികൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലോകത്തൊക്കെ വലിയ വരുമാനമുള്ള ഉദ്യോഗസ്ഥന്മാരായ ആളുകളുടെ ഇടയിൽ നടക്കുക. അവരുടെ ക്വാർട്ടേഴ്സിൽ രണ്ടുപേരൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്യും റൂമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയുമാകാം. അവരൊരുമിച്ച് കുറെ കാലം ജീവിക്കും. വേറെ ബാധ്യതകളൊന്നുമില്ല. വിവാഹം കഴിക്കില്ല. അവരുടെ ശാരീരിക ആവശ്യങ്ങൾ പരസ്പരം നിവർത്തിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു എഗ്രിമെന്റ് ആണ്. ചിലർ എഗ്രിമെന്റ് വയ്ക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് സുരക്ഷിത മാർഗങ്ങൾ തേടും. ചിലരങ്ങനെ ജീവിച്ചാൽ ചിലപ്പോൾ അവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അത് കഴിയുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കൊച്ചു കാരണം കൊണ്ട് അവർ പരസ്പരം കലഹിച്ചിട്ട് അവർ വേർപിരിയുന്നത്. വിവാഹം മോചനം വേണ്ട, വിവാഹം പരസ്പരം അകന്നു പോയാൽ ജീവനാംശം കൊടുക്കണ്ട, കാരണം അവർ വിവാഹിതരായിട്ടില്ല. അവസാനം ആ കുഞ്ഞ് ഒന്നുകിൽ അപ്പന്റെ കൂടെയോ അല്ലെ അമ്മയുടെ കൂടെയോ വളരും. അങ്ങനെയാണ് സത്യത്തിൽ സിംഗിൾ പേരന്റ് സിസ്റ്റം വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് ഈ സിംഗിൾ പേരന്റ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മ. സത്യത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് പിന്നത്തേതിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളായി തീരുന്നത് എന്ന് പഠനം നടന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ഈ ലിവിങ് ടുഗദർ അല്ലേ, അതിനകത്ത് ഇനി എല്ലാം വരും. നമ്മുടെയൊക്കെ വലിയ പട്ടണങ്ങളിൽ വലിയ ക്ലബ്ബുകളുടെ മറവിൽ, മദ്യപാനവും കളിയും ബഹളവും ക്യാമറയൊക്കെ ഉള്ള പട്ടണങ്ങളുടെ മറവിൽ, ക്ലബ്ബുകളുടെ മറവിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് വരുന്നു. വേറൊരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും വരുന്നു. എന്നിട്ട് അവരുടെ, ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, വായിച്ചറിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, അവരുടെ കീ ചെയിനുകൾ, കാറിന്റെ കീ ചെയിനുകൾ ഒരുമിച്ചിട്ട് കുലുക്കും, അത് കൂട്ടിയിടും. അതിലേതെങ്കിലും ഒരു കീ എടുക്കും. ആ കീ എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ കാറിന്റെ ഉടമയ്ക്ക്, ആ കാറിന്റെ ഉടമ പുരുഷനാണെങ്കിൽ ആ പുരുഷന് ഈ താക്കോൽ എടുത്തയാളുടെ ഭാര്യയുമായിട്ട് വീട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ ആ ക്ലബിൽ ഒരുമിച്ച് താമസിക്കാം. അത് മനസ്സിലായോ? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ മാറുക ഒരു ദിവസത്തേക്ക്, ഒരു ചേഞ്ചിന്. അതവർക്ക് പാപമല്ല, അത് തെറ്റല്ലെന്ന് അവർ പറയും, വിശ്വസിക്കുന്നു. അതുകൊണ്ട് തെറ്റായിട്ട് അവർ കരുതുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, ബഹളം ഉണ്ടാക്കുന്നില്ല. ആ ഒരു ദിവസത്തേക്ക് മാത്രം. അടുത്ത ദിവസം വേറെ ആളാകാം, അല്ലെ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് മറ്റൊരാളാകാം. ജീവിതം എന്റർടൈൻ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ പട്ടണങ്ങളിൽ ഇത് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഹൈ സർക്കിളുകളിൽ, ഉയർന്ന വൃത്തങ്ങളിൽ, ഉന്നത വൃത്തങ്ങളിൽ ഇവിടെയുണ്ട്, നമ്മുടെ പട്ടണത്തിലുണ്ട്, ഈ പട്ടണത്തിലും ഉണ്ട്. ഏറ്റവും മാന്യമായ ക്ലബ്ബുകളായിരിക്കും അവര്. പേരൊന്നും പറയുന്നില്ല, ഇന്ന ക്ലബ്ബ് അതൊക്കെ പറഞ്ഞാണ് അവരുടെ പേര്. പക്ഷേ അവിടെ മദ്യപാനം, ചീട്ടുകളി, സ്ത്രീ പുരുഷന്മാരും പരസ്പരമുള്ള മാറ്റം, ഇതെല്ലാം അവിടെ നടക്കുന്നു. മറുപടി ഇതാ, 6 1 Corinthians 6:12 അതാ അതിനെല്ലാം ഉള്ള മറുപടി. അത് ശരിയാണോ? ഡേറ്റിങ്ങിന് പോകുന്നത് ശരിയാണോ? വിവാഹത്തിന് മുൻപ് ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയുമായി പലയിടത്ത് യാത്ര ചെയ്യുന്നു, മുറിയെടുത്ത് താമസിക്കുന്നു, കറങ്ങി നടക്കുന്നു. ശരിയാണോ? നമുക്ക് മറുപടി കൊടുക്കാം. ഇതാ അവിടെ. എനിക്ക് പ്രയോജനമില്ല. രാജ്യം അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുള്ളൂ, പക്ഷെ എനിക്കത് പ്രയോജനമല്ല. ഇതെന്നെ അടിമപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നില്ല. ഇനി ഇതിനകത്ത് സീരിയലും സിനിമയും ഇന്ന് നിങ്ങൾ കാണുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി ഇത് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഒന്നാമത്തെ പ്രിൻസിപ്പിളാണിത്. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ദ ചർച്ച്. ദൈവസഭയ്ക്ക് അപ്പോസ്തലനിലൂടെ ദൈവം കൊടുത്ത ഒന്നാമത്തെ മൂലതത്വമാണ്
6-ാം അധ്യായം. ക്ലാസ് നമുക്കധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം ധൃതി പോകുന്നു. സാറേ, ഇന്നൂടെ കൂട്ടിയാണോ 2 ക്ലാസ്, അതോ ഇന്ന് കൂട്ടാതാണോ? ഇന്ന് കൂട്ടാതെ 2 ക്ലാസ് അല്ലേ? അത് ഞാൻ ഇച്ചിരൂടെ പതുക്കെ എടുക്കാറുണ്ടല്ലോ. തീർക്കാനുള്ള വേവലാതിയായിരുന്നു. 14-21 അവ 2 ക്ലാസ് ഉണ്ട്. അപ്പൊ ഇതാണൊന്ന്. ഈ സാഹചര്യം വെച്ച് നമ്മുടെ ഇടയിൽ ഇന്ന് നാം വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും മറുപടി നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇല്ലേ? മദ്യപിക്കുന്നത് ശരിയാണോ? ബിയർ കുടിക്കുന്നത് ശരിയാണോ? ഇല്ല, സിനിമ കാണാൻ പോകുന്നത് ശരിയാണോ? സീരിയൽ കാണുന്നത് ശരിയാണോ? ഇതൊക്കെ നമ്മളെ അടിമപ്പെടുത്തരുത്. ഈ നല്ല കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയമായ ഉത്തേജനവും ബൗദ്ധികമായ ജീവിതത്തിന് പ്രയോജനവും ശരീരത്തിന് ഗുണകരവുമായ കാര്യങ്ങളാണെങ്കിൽ അതിൽ നിർബന്ധ ബുദ്ധി സൂക്ഷിച്ചോളൂ. ശരീരം നന്നായി സൂക്ഷിക്കണം. ഒരാൾ ജിമ്മിൽ പോവുകയോ കളിക്കുകയോ ഒക്കെ ചെയ്തോളൂ. അത് പാപമാണോ? ഒരിക്കലും അല്ല. അത് നിങ്ങളുടെ ശരീരം സൂക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ അത് അവസാനം എന്ത് ചെയ്യുക? നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് ദോഷമായിട്ട് വരരുത്. അത്രയും പാടാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുക്കാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അവസാനം അതിന്റെ പിറകെ അങ്ങായി പോകരുത്. ഇത് മനസ്സിലാകാഞ്ഞുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാര് വിലക്കിയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്നൊക്കെ കാലത്തെ പെന്തിക്കോസുകാര് സ്പോർട്സിൽ പോലും പങ്കെടുക്കാൻ പറ്റുകയില്ലായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ സ്കൂളിൽ സ്പോർട്സും യൂത്ത് ഫെസ്റ്റിവലും നടത്തുമ്പോൾ ഞങ്ങളെ വിടുകയല്ല വീട്ടിൽ നിന്ന്. ഞാനൊരു ഭാഷയുടെ മോനാണ്. കാരണം യൂത്ത് ഫെസ്റ്റിവലിൽ അന്ന് നാടകവും സിനിമയൊക്കെ ഉണ്ട്, ഡാൻസും ഉണ്ട്. അത് കാണാൻ പോകരുത്, പോകാൻ പാടില്ല. ഞങ്ങളെ വിടുകയല്ല. സ്പോർട്സ് നടക്കുന്ന അന്ന് ഞങ്ങളെ വിടുകയല്ല. ഞങ്ങൾ സ്പോർട്സിന് ചേരുകയില്ല. നമ്മളിങ്ങനെ സ്പോർട്സ് മൊത്തം പാപമാണെന്നോ TV മൊത്തം പാപമാണെന്നോ എഴുതിത്തള്ളാനല്ല ഈ പറഞ്ഞത്. ഇതാണ് നമ്മുടെ മാർഗദർശനം, ഇതാണ് നമ്മുടെ മനോഭാവം, ഇതാണ് നമ്മുടെ കാര്യം. നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ഒരുപക്ഷെ ഈ ഇന്റർനെറ്റ് പോലും കഴിഞ്ഞ നാളുകളിൽ, ഈ കഴിഞ്ഞ കോവിഡിന് മുമ്പ് വരെ നമ്മളെല്ലാം ശാസിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ നാമത്തിൽ നിന്നും പറഞ്ഞ് നമ്മൾ ഇതിനെ ഓടിച്ചതാ. TV നമ്മൾ വിഡ്ഢിപ്പെട്ടി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. മൊബൈൽ ഫോണിൽ നെറ്റ് നമ്മൾ എടുത്ത് കൊടുക്കുകയില്ലായിരുന്നു പിള്ളേർക്ക്. എന്നാൽ കോവിഡിനോട് കൂടി നമ്മുടെ മനോഭാവത്തിനെല്ലാം മാറ്റം വന്നു. ദൈവം എങ്ങനെ ഈ ക്ലാസ് നടക്കുന്നു അതുകൊണ്ടാണല്ലോ. എനിക്ക് ഈ സൂമും കാര്യങ്ങളും ഒന്നും ഈ കോവിഡിന് മുമ്പ് അറിയത്തില്ലായിരുന്നു കേട്ടോ. കോവിഡ് തുടങ്ങി കഴിഞ്ഞാൽ ഈ സൂം എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഞാൻ പരിചയപ്പെട്ടു. അതിന് കാരണമായത് എൻ്റെ ഒരു സഹോദരനാണ്. അവരുടെ ചർച്ചിലെ മീറ്റിങ്ങിനെ എന്നെ വിളിച്ചു, ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിത് അറിയത്തില്ല. അവസാനം ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞു തന്നു. ഞാൻ ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടുകാരുന്നു. ദൈവകൃപയാൽ ആ 2-2.5 വർഷത്തോളം അനേക സ്ഥലങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ, അനേക കൂട്ടായ്മകളിൽ ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നു. ഏതായാലും ഇപ്പം അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പോലും നടക്കുന്നത്. അപ്പൊ ഇത് പാപമാണെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് നെറ്റ് പാപമാണ്, ഇന്റർനെറ്റ് പാപമാണ്, ഫോൺ പാപമാണ്, ലാപ്ടോപ്പ് പാപമാണ്, കമ്പ്യൂട്ടർ പാപമാണ് എന്നല്ല പറയേണ്ടത്. അതല്ല നമ്മുടെ മനോഭാവം. അത് നമുക്ക് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ദൈവിക കാര്യത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, നമ്മുടെ ആത്മീക വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മീക വളർച്ചയ്ക്കും മാത്രം ഉദ്ദേശിച്ചല്ല, നമ്മുടെ ജീവിതത്തിന്, അത് നമ്മുടെ ഭൗതികമായ ജീവിതം അല്ലേ, നമ്മുടെ അല്പസമയം മനസ്സിനൊരു സപ്ലിമേഷൻ കിട്ടാൻ അല്പം വിനോദ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നോ? പാപമല്ല. പക്ഷെ ആ വിനോദം വളർന്ന അവസാനം നിങ്ങളുടെ ജീവിതത്തെ അടിമപ്പെടുത്താൻ അനുവദിക്കരുത്. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഏതിനോട് തോൽക്കുന്നുവോ നിങ്ങൾ അതിന്റെ അടിമയാകുന്നെന്നാണ്. ഏതിനോട് തോൽക്കുന്നുവോ അതിന്റെ അടിമയാണ്.
അപ്പൊ നമ്മൾ സത്യത്തില് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തോൽവി, ഒരു വിഷയത്തിൽ തോറ്റുപോയെങ്കിൽ നമ്മൾ അതിന് അടിമയാണ്, അല്ലേ? 2 പത്രോസ് 2:19 വാക്യം കേട്ടോ. 2 പത്രോസ് 2:19. നിങ്ങൾ ഏതിനോട് തോൽക്കുന്നുവോ അതിനോട് അടിമപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് അടിമയായി പോകരുത്. ഒന്ന് അതാണ്. ഇനി നിങ്ങൾ തന്നെ സ്വയം വിധിച്ചോളൂ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. രണ്ടാമത്തൂടെ പറയാൻ നമുക്ക് സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 6, 8, 10, 10 എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇനി 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് അടുത്തത് നമുക്ക് ചിന്തിക്കാനുള്ളത്. 8:9. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങായി വരാതിരിക്കാൻ നോക്കുക. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്കലായി വരാതിരിപ്പാൻ നോക്കുവിൻ. ഇതാണ് 2-ാമത്തെ നമ്മുടെ പ്രമാണം കേട്ടോ. പ്രമാണമെന്നല്ല, 2-ാമത്തെ നമ്മുടെ മനോഭാവം, സഭയുടെ മൂലതത്വം. But take heed lest by any means this liberty of yours become a stumbling block to them that are weak. നമുക്ക് വേണമെങ്കിൽ കത്തോലിക്ക ബൈബിളിലും അതൊന്ന് വായിക്കാം കേട്ടോ. നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിപ്പാൻ സൂക്ഷിക്കണം. POC ബൈബിളില് കിടക്കുന്ന അങ്ങനെയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം അതെന്താന്ന് അറിയാമോ? 8-ാം അധ്യായം തൊട്ട് 8-ാം അധ്യായത്തിന്റെ ആദ്യം മുതൽ നമ്മൾ നോക്കണം. ചിലരൊക്കെ ഭയങ്കര അറിവുകാരാണ്, ഭയങ്കര അറിവാണ്, ഭയങ്കര ജ്ഞാനിയാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ. എല്ലാം എനിക്കറിയാം. പണ്ട് ഞാന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു, ഈ സ്റ്റൈലുകാരന്. ഏത് കാര്യം പറഞ്ഞാലും അതിനെക്കുറിച്ച് സുചിന്തിതമായ ഒരു അഭിപ്രായം അദ്ദേഹം പറയും. എല്ലാ കാര്യവും അറിയാവുന്ന പറയുന്നത്. ഏത് കാര്യവും, എല്ലാ കാര്യവും ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരിടേ ഉള്ളൂ, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. ഇദ്ദേഹത്തെ അതുകൊണ്ട് പിള്ളേരെല്ലാം കൂടെ ബ്രിട്ടാനിക്ക എന്ന് പേരിട്ടു. ഞങ്ങൾ ആ പേരൊന്ന് തിരുത്തി എഴുതി, എൻസൈക്ലോപീഡിയ ബ്രിട്ടൻഡിക്ക. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നടിക്കുക. എല്ലാം അറിയാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാം അറിയാവുന്ന പുള്ളി അങ്ങ് നടിക്കുക. നമ്മളുടെ ചില പാസ്റ്റർമാരും അങ്ങനെയുണ്ട്, ഇല്ലേ? ഏതിനെ കുറിച്ചും പുള്ളിക്ക് അഭിപ്രായമാണ്, അതും സുചിന്തിതമായ അഭിപ്രായം. എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞു കളയും, ആവശ്യമുള്ളിടത്തും ഇല്ലാത്ത. എന്തിനാണ് എന്റെ പൊന്നുകുഞ്ഞെ? നീ സംസാരിക്കേണ്ടടുത്ത് നീ സംസാരിച്ചാ പോരെ, നിനക്ക് പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോരെ. ക്ഷണിക്കാതെയും ആവശ്യമില്ലാതെ എല്ലായിടത്തും കയറി എന്തിനാ അഭിപ്രായം പറയുന്നത്? എൻസൈക്ലോപീഡിയ ബ്രിട്ടൻഡിക്ക. നമ്മുടെ ഇടയിൽ ആരും ഇല്ലല്ലോ അങ്ങനെ. ബ്രിട്ടൻഡിക്ക വല്ലതും ഉണ്ടോ? ചിലക്ക് ഭയങ്കര അറിവാണ്. ഈ അറിവ് എന്നാ എടുക്കുന്നറിയാവോ? ഇറ്റ് മേ ബഫ് അപ്പ്. അറിവ് നമ്മളെ ചീർപ്പിക്കുക. ഈ അറിവെല്ലാം കൂടെ കൊണ്ട് വന്ന് ഈ പുള്ളി അങ്ങ് ചീർത്തിരിക്കുക, പച്ചറൊട്ടി പോലെ വീർത്തിരിക്കുക. ഒറ്റ പിടുത്തം പിടിച്ചാൽ ഇത്രയേ ഉള്ളൂ. അവസാനം ഒന്ന് ചുരുട്ടാനുള്ള ഒരു ചുരുട്ടിന്റെ വലിപ്പേ ഉള്ളൂ. പച്ചറൊട്ടി കണ്ടിട്ടില്ലേ? പച്ചറൊട്ടി എന്താ ഞങ്ങളുടെ ഇവിടെ പറയുന്നത്, അവിടെ എന്നാ പറയുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളിയുടെ ഇരിപ്പൊക്കെ കണ്ട എന്നാ വലിപ്പാന്നറിയാവോ? ഇടിച്ചൊരു ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ കൈക്കകത്ത് ഒതുങ്ങിയിരിക്കാനുള്ളതേ ഉള്ളു. ഇതുപോലെ ചിലരുടെ അറിവ്. അതാ പൗലോസ് പറഞ്ഞു തുടങ്ങിയത്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം വിഗ്രഹാർപ്പിതം പറയുക കേട്ടോ, ഒന്നും വേഗം പറഞ്ഞില്ല. വിഗ്രഹാർപ്പിതം ഒരു പ്രശ്നമായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു. അറിവങ്ങ് ചീർപ്പിക്കുക നമ്മളെ.
ചിലരിക്കുന്ന കണ്ടിട്ടില്ലേ, എന്നോ ചീർത്തായിരിക്കുന്നറിയാവോ, മുഴുവൻ പ്രഷറാ കേട്ടോ. പിടിച്ചൊരു തല്ലിയാൽ 4 വട്ടം കരണം മറിഞ്ഞു പോകും ചിലര്. ആരോഗ്യമൊന്നുമില്ല, ഭയങ്കര തടിയ ആൾക്ക്. കണ്ടിട്ടില്ലേ അങ്ങനെ ചില തടിയന്മാരെയും തടിച്ചുമാരെയൊക്കെ? ഒന്നിനും കൊള്ളും, സത്യത്തിൽ മുഴുവൻ പ്രഷറാ, മൊത്തം പ്രഷറാ. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മിക വർധനവ് വരുത്തും. സ്നേഹം അവിടെ നമുക്ക് വേണ്ടത് അറിവല്ല, അറിവിനെ വെല്ലുന്ന സ്നേഹമാണ് വേണ്ടത്. ഈ സ്നേഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ താങ്ങാനും അവരെ സഹായിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് കഴിയും. നമ്മുടെ ഒരു ദൈവമക്കളെ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ കഴിയുമെങ്കിൽ പറ്റുന്നിടത്തോളം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയോ അവർക്കൊരു സന്തോഷം കൊടുക്കാൻ കഴിയുകയോ ചെയ്യണം. നമ്മുടെ ഒരു വാക്കുകൊണ്ടെങ്കിലും മുറിപ്പെടുത്തരുത്, ആരെയും മുറിപ്പെടുത്തരുത്, ആരെയും തകർത്ത് കളയരുത്. ആത്മീക വർധനവ് നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? ആത്മീക വർധനവ് എന്ന് പറഞ്ഞാലേ ഓയിക്കഡോമിയ എന്ന് പറഞ്ഞൊരു പദമാണ് ഈ ആത്മീക വർധനവ് എന്ന് അവിടെ എഴുതിയിരിക്കുന്ന പദം. ഓയിക്കഡോമിയ, ഓയിക്കോഡോമിയ, ഓയിക്കോഡോമിയ, OIKODOMIA, ഓയിക്കഡോമിയ, ആത്മീക വർധനവ്. ഇത് 2 ഗ്രീക്ക് പദം ചേർന്നതാണ് ആത്മീക വർധനവ്. ഓയിക്കഡോമിയ എന്നുള്ളത് 2 ഗ്രീക്ക് പദമാണ്. ഒന്ന് ഓയിക്കോസ്, 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 OIKOS. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ വീട്, ഹോം കേട്ടോ, വീട്, വീട്, ഹൗസ്. ഓയിക്കോസ് എന്ന് പറഞ്ഞ വീട്, ഹൗസ്. ഡോമോ, ഡോമോ ഒരു ക്രിയയാണ് കേട്ടോ. ഡോമോ എന്ന് പറഞ്ഞാല് ബിൽഡ്, പണിയുക, പണിയുക, വീട് പണിയുക എന്ന് അതിന്റെ അർത്ഥം. വീട് പണിയുക, ബിൽഡ് ദ ഹൗസ്, വീട് പണിയുക. ഈ വീട് പണിയുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാണെന്നറിയാമോ? അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ വീട് പണിയുക. വീട് പണിയുന്നത് കട്ട കൊണ്ടല്ലേ നമ്മൾ വീട് പണിയുന്നേ? ഒരു കട്ട വെച്ചു, അതിന് മുകളിൽ ചാന്തിട്ടു, തോത് പിടിച്ച് അടുത്ത കട്ട വെച്ചു, വീണ്ടും നമ്മൾ ചാന്തിട്ടു, അതിന് മുകളിൽ അടുത്ത കട്ട വെച്ചു. ഇങ്ങനെ ഒരു കട്ടയ്ക്ക് മേൽ മറ്റൊരു കട്ട പെറുക്കി പെറുക്കി വെച്ച് നാം വീട് കെട്ടുന്നതിനെയാണ് ഓയിക്കഡോമോസ്, ഓയിക്കഡോമിയ എന്ന് പറയുന്നത്. വീട് കെട്ടുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പൊളിച്ചു കളയുക, ഡിസ്ട്രോയ്, പൊളിച്ചു കളയുക. നമ്മളെ ഭയങ്കര അറിവുള്ളവരായിട്ട് എന്താ ചെയ്യുന്നറിയാമോ? നമ്മൾ അറിവ് കൊണ്ട് അങ്ങോട്ട് ചേർത്തിട്ട് നമ്മൾ ഒരാൾക്ക് ആത്മീക വർധനവ് കൊടുക്കുക അല്ല, അവനെ പൊളിച്ചു കളയുക, അവന്റെ ആത്മീയ ജീവിതത്തെ പൊളിച്ചു കളയുക. ഭയങ്കര അറിവ് കൂടി മറ്റുള്ളവരെ വിമർശിക്കുക, അവനെ വിമർശിച്ച് അവന്റെ ആത്മീക താല്പര്യങ്ങൾ കെടുത്തി അവനെ കൃപേന്ന് കളയുക. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ച സഭയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആള് നല്ല ഗവൺമെന്റ് എംപ്ലോയി ഒക്കെയാ, നല്ല പൈസയൊക്കെ ഉള്ള ആളാ. അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുളിച്ചൊരുങ്ങി ഭാര്യയും ഭർത്താവും കൂടെ ഇറങ്ങും, വിശ്വാസികളുടെ എല്ലാം വീട്ടിൽ പോകും. പാസ്റ്റർ എന്നില്ലെങ്കിലും ഞാന് മിക്കവാറും മാസത്തിൽ 1 or 2 ഒക്കെ ചെല്ലുള്ളൂ. അതിന്റെ കാര്യം ഞാൻ എനിക്ക് പൊതു ശുശ്രൂഷകളിലും നിലനിന്നിരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും ഒരു വീട്ടിൽ ചെല്ലുന്നത്, അതായിരിക്കും പറ്റുകൊള്ളാൻ. പക്ഷെ ഇദ്ദേഹം ആ കുറവും കൂടെ നിർത്തും. എല്ലാ വീടുകളിലും ആഴ്ച 4-5 വീടുകളിൽ കയറും. എന്നിട്ട് അവിടെ ഇരുന്ന് പലരെ കുറ്റം പറഞ്ഞ്, പാസ്റ്ററെ കുറിച്ചും കുറ്റം പറഞ്ഞ്, അവസാനം ഇവരെല്ലാം എന്ത് ചെയ്യാന്നറിയാമോ? ഇദ്ദേഹവുമായിട്ട് വലിയ കൂട്ടുകൂടുന്നവരെല്ലാം കൃപയെന്ന് പോവുക.
കൃപയിൽ പോകുക. ചിലരുടെ ആത്മീയം കെട്ടുപോയി. അപ്പൊ ആദ്യമൊക്കെ നല്ല തീഷ്ണതയിൽ പ്രാർത്ഥിക്കാനാണേലും ആരാധിക്കാനാണേലും സാക്ഷ്യം പറയാനാണെങ്കിലും ഒരല്പസമയം കൊടുത്ത പ്രബോധിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഈ താല്പര്യം എടുത്തു വന്ന ആളുകൾ ഇന്നത്തേതിൽ നിഷ്ക്രിയരായി സഭയ്ക്കകത്ത് വന്നിങ്ങനെ പാവകണക്കെ ഇരിക്കുന്നു. ഞാനത് ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ അവരെയൊക്കെ ചിലരെ വിളിച്ചു, വ്യക്തിപരമായിട്ട് അവരോട് സംസാരിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു എന്താണെന്നറിയാമോ, ഈ ആത്മീയത്തിനൊന്നും ഒരു കാര്യവും ഇല്ലെന്നും ഇതൊക്കെ വെറും ഷോയാണെന്നും അവിടെ ഒരാൾ അങ്ങനെ നടന്നു, ഇവിടെ ഒരാൾ അങ്ങനെ പോയി, അവിടെ ഒരു മാസ്റ്റർ വേറൊരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി, ഇവിടെ ഒരു വിശ്വാസി വേറൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം ആ വിശ്വാസികൾക്ക് എന്ത് പറ്റിയത്? ഓ, ഇതിലൊന്നും വലിയ കഥയൊന്നും ഇല്ല. ഇതൊക്കെ ചുമ്മാ ആളുകൾ പറയുന്നു, വാകേരി അങ്ങ് പറയുന്നല്ലാതെ പാസ്റ്റർ പോലും ശരിയല്ല. ഇതാ പോയിരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവസാനം ചിലർ കൃപേന്ന് പോയി, ആത്മീയ താല്പര്യം കെട്ടുകെട്ട് വന്നു, പൊതുവെ ഇപ്പൊ പ്രാർത്ഥിക്കാറായി, കൈയടിച്ച് ആരാധിക്കാറായി, വേറെ ദിവസം വായിക്കാറായി, അങ്ങനെ വന്ന് ചിലർ കൃപേന്ന് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ കർശനമായിട്ട് വിലക്കി. സഭയിലെ പാസ്റ്റർ ഒഴികെ നിങ്ങൾ സഭയിലെ മറ്റൊരു ഭവനത്തിലും ആരും പരസ്പരം പോകണ്ട, ഞാൻ അറിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വിലക്കേണ്ടി വന്നു. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ഞാനത് കർശനമായിട്ട് വിലക്കി. എന്റെ പൊന്നു കുഞ്ഞ്, നീ ഒരാളുടെ പുറകെ നടന്ന് അവനെ ആത്മീയമായി വർധനവിലേക്ക് നടത്തുന്നില്ല, നീ അവനെ പൊളിച്ചു കളയുകയാണെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നീ ഒരാളുടെ അടുക്ക പോയി ഒരു മനുഷ്യനുമായിട്ട് സംസാരിച്ചു, ഒരു വിശ്വാസിയായിട്ട് സംസാരിച്ചു, നീ ചെന്നതിനേക്കാൾ ആത്മീയമായി താല്പര്യങ്ങൾ ഉണ്ടാകണം ആ വ്യക്തിക്ക്. പോന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാനും ഒന്നുകൂടെ വേറെ ദിവസം ഒന്ന് പഠിക്കാനും ഒന്നുകൂടെ ദൈവത്തെ ഒന്ന് ആരാധിക്കാനും ഒക്കെ ഒരു താല്പര്യം കൊടുക്കുന്നതേ മറ്റുള്ളവരോട് സംസാരിക്കാവൂ. പൊളിച്ചു കളയല്ല, പൊളിച്ചു കളയരുത്, നശിപ്പിക്കരുത്, ദൈവസഭയെ നശിപ്പിക്കരുത്. ദൈവന്യായം വിധിക്കും. അറിവങ്ങോട്ട് കൂടി സഭയെ പൊളിച്ചു കളയരുത് കേട്ടോ. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഇനി പറയാം, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ. അതിനുമ്പേ പറഞ്ഞില്ലേ വിഗ്രഹാർപ്പിതം, അത് പറയാതെ കൊരിന്തി സഭയിലെ, ഞാൻ കൊരിന്തി പട്ടണത്തില് ഞാൻ മുമ്പേ പറഞ്ഞു, അഫ്രോഡൈറ്റ് ദേവിയുടെ ക്ഷേത്രമാണ് അവിടുത്തെ പ്രധാന ആകർഷണം. അഫ്രോഡൈറ്റ് ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള ആരാധന രീതി എന്ന് പറഞ്ഞാൽ മൃഗബലിയാണ്. ആടുകളെയും കാളകളെയും ഒക്കെ കൊണ്ട് ഈ ദേവിക്ക് കൊടുക്കും, സമർപ്പിക്കും. അത്തരം ആടുകളെയും കാളകളെയും എന്ത് ചെയ്യുന്നറിയാമോ, കഴുത്ത് മുറിച്ച് അതിന്റെ ചോര ദേവിക്ക് സമർപ്പിക്കണം. ചോര മാത്രമേ ദേവി കുടിക്കൂ, അതിന്റെ മാംസമോ ഇറച്ചിയോ അതൊന്നും ദേവിക്ക് വേണ്ട, അവിടെ കൂട്ടിയിടും. ഇങ്ങനെ 100 കണക്കിന് ഈ പൗലോസ് കൊരിന്ത് ലേഖനം എഴുതുന്ന സമയത്ത് അഫ്രോഡൈറ്റ് ദേവിയുടെ ആരാധന കത്തി നിന്നൊരു കാലമാണ്, ഭയങ്കര ശക്തമായിരുന്നൊരു കാലമാണ്. 100 കണക്കിന് ആടുകളും കാടുകളുടെയും ജഡങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരും. അപ്പം രക്തം മതിയല്ലോ ദേവിക്ക്, മാംസം തിന്നുമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതവിടെ കൂടിക്കിടക്കും. ഇത് കൊരിന്ത് പട്ടണത്തിലെ ചില കശാപ്പ് കച്ചവടക്കാർ ഇത് വന്ന് ലേലം വിളിച്ചെടുക്കും, മതിച്ചെടുക്കും. കുറച്ച് പൈസയ്ക്ക് ലേലം വിളിച്ച് കുറച്ച് പൈസയ്ക്ക്. ക്ഷേത്രത്തിൽ അത് കിടന്ന് അവിടെയെല്ലാം ചീഞ്ഞാൽ അതെല്ലാം വൃത്തികേടാകും. അതുകൊണ്ട് ഇത് അവിടുന്ന് എല്ലാം ഒഴിവാക്കണമെന്ന് ക്ഷേത്രാധികാരികൾക്കും ആവശ്യമാണ്. ഇത് വാങ്ങിക്കാൻ ചെല്ലുന്നവനും എന്ത് ചെയ്യും, ഒരു മതിപ്പ് വില ഇട്ട് ഈ മേടിക്കുക. മതിപ്പ് വില ഇട്ട് ഇത്ര എണ്ണം, ഇത്ര ആട്, അല്ലെ ഇത്ര കാള എന്ന് പറഞ്ഞ് മേടിക്കുക. ഇവരത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അതിന്റെ തൊലി പൊളിച്ച് മാംസമാക്കിയിട്ട് അവന്റെ കടയിൽ മാംസമായിട്ട് വിൽക്കും. ഇതിന് വിലക്കുറവാ.
അതിന്റെ കാര്യം എന്ന് വെച്ചാൽ വില കുറഞ്ഞല്ലേ ഇവൻ വാങ്ങിച്ചേ. അപ്പൊ ഇറച്ചിക്കും വില കുറവാ. അവൻ വിൽക്കുന്ന വിറ്റ് വില കുറച്ചാൽ എന്തിനാ ആളുകൾ കൂടുതൽ കയറാൻ വേണ്ടി അവനും വില കുറച്ച് വിൽക്കും. അതിലൊരു പ്രശ്നവും ഇല്ല കേട്ടോ. രക്തം പോയി കുറെ നേരമായി കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഇത് തന്നെയല്ലേ നടക്കുന്നേ. അല്പം നേരത്തെ രക്തം പോയി, അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ തൊലി പൊളിച്ച് മാംസമാക്കി എന്നുള്ളതേ ഉള്ളൂ. അതേസമയം തന്നെ കൊരിന്തി പട്ടണത്തിൽ കശാപ്പ് കടകൾ വേറെയുണ്ട്. ഇത്തരം പരിപാടിക്ക് പോകാതെ കാളയോ ആടിനെയോ വാങ്ങിക്കൊണ്ട് വന്ന് കശാപ്പ് കടയിൽ വെച്ച് കശാപ്പ് ചെയ്ത് വിൽക്കുന്നവരുമുണ്ട്. പക്ഷേ അത്തരം കടകളിൽ വില കൂടുതലാണ്, മാംസത്തിന് വില കൂടുതലാണ്. അപ്പൊ പ്രായണ ഇത്തരം കടകളിൽ ഈ മതിപ്പം ഈ ഓപ്ഷൻ വിളിച്ച് ലേലം വിളിച്ചെടുത്ത് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ മാംസത്തിന് വില കുറവാണ്. അപ്പൊ ആളുകൾ കൂടുതൽ എന്ന് വാങ്ങിക്കുന്ന അവിടുന്ന്. നമ്മളും അങ്ങനെയാണല്ലോ, 10 പൈസ വിലക്കുറവ് എവിടെയെങ്കിലും കിട്ടുവോ, അല്ലേ, റിഡക്ഷൻ കിട്ടുവോ എന്നല്ലേ നമ്മൾ നോക്കുന്നേ, അല്ലേ. കിഴിവ് വല്ലയിടത്തും ഉണ്ടോ എന്നും കണ്ടാ നമ്മള് മേടിച്ചോണ്ട് വരുന്ന തുണി മുഴുവൻ കിഴിവായിരിക്കും. എന്നാലും കിഴിവ് നോക്കിയാ നമ്മൾ നടക്കുന്നത്. ഇത് തന്നെ കൊരിന്തി പട്ടണത്തിൽ നടന്നു. ഇത്തരം കടകളിൽ നിന്നും വിശ്വാസികൾ, കൊരിന്തി സഭയിലെ വിശ്വാസികൾ പോയി ഇറച്ചി വാങ്ങിക്കാൻ തുടങ്ങി. അവരതിനകത്തൊന്നും കണ്ടില്ല, അവരതിനകത്തൊന്നും ദോഷം കണ്ടില്ല. അവര് പറഞ്ഞ എന്നാന്നറിയാമോ? വിഗ്രഹമൊന്നും ഇല്ലല്ലോ, കണ്ടോ. വിഗ്രഹത്തിൽ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. എന്താ ലോകത്തിൽ വിഗ്രഹം ഏത് പറഞ്ഞ ഐഡൽ ഈസ് നത്തിങ്. യോ, വിഗ്രഹം ഒന്നുമില്ലെന്ന്, ഒന്നും അല്ലെന്ന്. വിഗ്രഹം ദൈവമാണോ? ദൈവം വിഗ്രഹത്തിലാണോ ഇരിക്കുന്നത്? വിഗ്രഹം ശരിയായ ദൈവമാണോ? വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. അവര് പറയുന്നതാണ്, ഇവരുടെ വിശ്വാസം.